ഇറാനെ വളഞ്ഞ അമേരിക്കൻ സേന, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ വളഞ്ഞ പ്രക്ഷോഭകാരികൾ. ഇതിനിടെ മൊസാദിന്റെ ചാരന്മാർ ഇറാനിൽ പിടിമുറുക്കിയതായുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഇറാൻ സർവനാശത്തിലേക്ക് കുതിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനിയുടെയും മസൂദ് പെഷസ്കിയാന്റെയും സ്ഥാനങ്ങൾ തെറിക്കാൻ ഇനി മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പരാജയം മണക്കുന്ന ഇറാൻ ഭരണകൂടമാകട്ടെ തിരിച്ചടി ഭയന്ന് ഇറാനിലെ വ്യോമസേന താവളങ്ങൾ അടച്ചു, ഇറാന്റെ വിമാനത്താവളങ്ങൾ അടച്ചു, ഇറാന്റെ വ്യോമപാത പൂർണ്ണമായും അടച്ചു. ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ആക്രമണം പ്രതിരോധിക്കാൻ വേണ്ടി ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ ഇറാൻ സേന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആഭ്യന്തര കലഹം ഇറാനെ പൊറുതിമുട്ടിക്കുകയാണ്. പ്രക്ഷോഭകാരികളും സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 132 ഇടങ്ങളിൽ 31 പ്രവിശ്യകളിൽ 132 ഇടങ്ങളിൽ അതിരൂക്ഷമായി തുടരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് പട്ടണങ്ങളിലേക്കും ഈ അക്രമം വ്യാപിക്കുകയാണ്. ഇറാനിലെ പണപ്പെരുപ്പവും ഇറാനിലെ വിലക്കയറ്റവും മൂലം ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കലാപമായി മാറുന്ന സാഹചര്യമാണ് ഇറാനിലുണ്ടായത്. ക്രമേണ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഇറാനിലെ ഭരണകൂടം ശ്രമിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഇതിനിടയിൽ ഈ ജനകീയ പ്രക്ഷോഭത്തിന് നേരെ ഇറാൻ സൈനിക നടപടി ആരംഭിച്ചതിനെ അമേരിക്ക അതിശക്തമായി എതിർത്തു. ഇനിയും പ്രക്ഷോഭകാരികൾക്ക് നേരെ, സാധാരണ ജനങ്ങൾക്ക് നേരെ ആയുധം പ്രയോഗിക്കാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വ്യോമാതിർത്തികൾക്ക് പുറത്ത് അമേരിക്ക സർവ്വ സൈനിക സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നു. ഇറാന്റെ തുറമുഖ തീരത്ത് അമേരിക്കയുടെ പടക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ പുറത്ത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ വ്യോമ താവളങ്ങളിൽ ഏതൊരു ആജ്ഞയ്ക്ക് തയ്യാറെടുത്ത് നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുടെ B-2 ബോംബർ ജെറ്റുകൾ ഇപ്പോൾ ഇതാ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമ സേനാ താവളങ്ങളിലേക്ക് പറന്നിറക്കിയിരിക്കുന്നു. അതിനിടയിലാണ് മൊസാദിന്റെ ചാരന്മാർ ടെഹ്റാനിലും ഇറാനിലെ മറ്റ് നഗരങ്ങളിലും പിടിമുറുക്കിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ പ്രക്ഷോഭം ആളിക്കത്താൻ കാരണം മൊസാദിന്റെ ബുദ്ധിയാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. മൊസാദിന്റെ ചാരന്മാരാണ് ജനകീയ പ്രക്ഷോഭത്തിന് പിന്നിലെന്നും മൊസാദിന്റെ ബുദ്ധിയാണ്, മൊസാദിന്റെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണയാണ് ഇറാൻ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ പിന്നിലെന്നും ഇറാൻ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും ഇറാൻ എന്ന രാജ്യം കത്തിത്തീരുകയാണ്, ഇറാൻ എന്ന രാജ്യം എരിഞ്ഞടങ്ങുകയാണ്. ജനകീയ പ്രക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിലവിളിക്കുകയാണ് ആയത്തുള്ള അലി ഖമീനിയും മസൂദ് പെഷസ്കിയാനും. ജനകീയ പ്രക്ഷോഭം ഇറാന്റെ ഭരണം അട്ടിമറിക്കും. ആയത്തുള്ള ഖമീനി എന്ന യുദ്ധക്കൊതിയനായ ഒരു പരമോന്നത നേതാവിൽ നിന്ന് ഇറാൻ മോചിതരാകാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ആയത്തുള്ള അലി ഖമീനിയെയും മസൂദ് പെഷസ്കിയാനെയും പുറത്താക്കണമെന്നും പഴയ രാജവംശ ഭരണത്തിലേക്ക് തിരികെ പോകണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. പുതിയ രാജാവിന്റെ മകന് വേണ്ടിയുള്ള മുറവിളികൾ ഇറാനിൽ എങ്ങും തെരുവുകളിൽ അലയടിക്കുന്നത് കാണാം. ആയത്തുള്ള അലി ഖമേനിയുടെ ജീവന് വേണ്ടിയുള്ള നിലവിളി, ആയത്തുള്ള അലി ഖമേനിയുടെ ജീവൻ എടുക്കണമെന്ന വലിയ പോർവിളിയാണ് ഇപ്പോൾ ഇറാന്റെ തെരുവുകളിൽ മുഴങ്ങി കേൾക്കുന്നത്.